സത്യം പറയുന്നതിലോ അടുക്കും ചിട്ടയോടും കൂടി ആരെങ്കിലും ഒരു കൺവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കാളികാവ് പഞ്ചായത്തിനാണ്. നമ്മുടെ UDF സംസ്ഥാന കമ്മിറ്റി നൽകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. വളരെ അടുക്കും ചിട്ടയുമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഫോട്ടോ സെഷനൊക്കെ നേരത്തെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അയാൾ മിസ്സാകരുത്, നല്ലൊരു കരുതലാണ്. ഇങ്ങനെ റിസൾട്ട് വരെ ഒന്ന് നന്നായി കരുതിയാൽ കേരളത്തിലെ പ്രതിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തായി കാളികാവ് പഞ്ചായത്ത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ ഈ പെരുമാറ്റ രീതികളിൽ നിന്ന് എനിക്ക് ഉറപ്പായി മനസ്സിൽ കരുതുന്നതിൽ തെറ്റില്ല എന്ന് ജനാധിപത്യ ശൈലിയിലെ ഒരു വലിയ സേവകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. രാജ്യം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ പോവുകയാണ്. ഈ സമയത്ത് നമ്മളെല്ലാം മറക്കേണ്ട ദിവസമാണ് വോട്ടിന്റെ ദിവസം. എല്ലാം ഓർക്കേണ്ട ദിവസമല്ല വോട്ടിന്റെ ആണ്. നിങ്ങൾ കൺവെൻഷനിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജാഥയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ വോട്ടിന്റെ അന്ന് നമ്മൾ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിയോഗിച്ച 22 പേര് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ കാണുമ്പോൾ മറ്റൊന്നിലേക്ക് പോകാതെ പഠിച്ച നമ്മൾ മാത്രമായിട്ട് ഏർപ്പാടാണ് വോട്ട്. നമ്മളെല്ലാം മറക്കേണ്ട ദിവസമാണെന്ന്, അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്നത്. എത്ര ദുരിതം നമ്മൾ അനുഭവിക്കുന്നത്? 2 ദുരിതമാണ്, കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും. അടിയിലും മോളും ചൂടാണ്, കരുത്തപ്പത്തിന് തീയിട്ട പോലെ. ആ ദുരന്തം വരാനുള്ള കാരണം ശ്രദ്ധിക്കണേ, 545 സീറ്റാണ് ഇന്ത്യയിൽ. ഞാൻ പറയുന്ന അക്കം മനസ്സിൽ ഓർമ്മ വേണം. 545. അതിന്റെ നേർ പകുതി 272. 273 കിട്ടിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്. അത് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്ത്. മറ്റൊരു ദുരിതം കേരളത്തിൻ്റെതാണ്. ആകെ സീറ്റ് ഞാൻ പറയുന്ന അക്കം ഓർമ്മ വേണം, 140 ആണ്. 140. അതിന്റെ നേർ പകുതി 70 ആണ്. 71 കിട്ടിയാൽ നമുക്ക് മര്യാദക്കാരായി നാട് ഭരിക്കാം. 69 ആണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാം. 22 സീറ്റാണ് കാളികാവ് പഞ്ചായത്ത്. അതിന്റെ നേർ പകുതി 11 ആണ്. 12 കിട്ടിയാൽ നമുക്ക് പഞ്ചായത്തിൽ അഭിമാനത്തോടു കൂടി കയറി ചെല്ലാം, ഇല്ലെങ്കിൽ അപമാനത്തോടു കൂടി കയറി ചെല്ലാം. എന്റെ പ്രസംഗത്തിന്റെ ആകത്തുക മെസ്സേജാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചത്. ഇതിലേതു വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, പരസ്പര സഹായ സംഘമാണ്. കൈപ്പത്തിയിൽ മത്സരിക്കുന്നിടത്ത് ലീഗുകാരും കോടിയിൽ മത്സരിക്കുന്നിടത്ത് കോൺഗ്രസുകാരും പരസ്പരം സഹകരിച്ച് നീങ്ങാം. നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥികൾ വേറെയും ഇവിടെ പ്രഖ്യാപിച്ച ആളുകൾക്കിടയിൽ പിന്നെ നമുക്ക് വേറെ അഭിപ്രായം പാടില്ല. നമ്മുടെ മനസ്സിൽ വെള്ളമുണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇത്രയധികം ആവേശം കണ്ട, ആത്മാർത്ഥത കണ്ട, ഒരു പൊരുത്തപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ തമാശക്ക് പറയല്ല, എനിക്ക് ഇന്ന് കാണാൻ സാധിച്ചത് കാളികാവിലാണ് എന്ന് ഞാൻ കേരളം മുഴുവൻ നാളെന്ന് പറയാൻ തുടങ്ങി. ഇനി കാസർഗോഡ് കണ്ണൂർ പോകുമ്പോൾ ഞാൻ ഈ നാടിനെ കുറിച്ച് പറയും. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് ആലക്കോട് പഞ്ചായത്തിലാണ്. അഷ്റഫ് കോക്കൂരിന്റെ നാടാണ്. UDF ചെയർമാനാണ് കണ്ണൂർ. നമ്മുടെ പി മോഹനകൃഷ്ണന്റെ മകൻ അജയ് മോഹൻ ആണ് അദ്ദേഹത്തിന്റെ സഹകാരി, പൊന്നാനിക്കാരൻ. കോൺഗ്രസുകാരനായ അജയും ലീഗുകാരനായ അഷ്റഫ് കോക്കൂരുമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ UDF 2 നേതാക്കൾ. ഞാൻ ഇന്നലെ പ്രസംഗിച്ച ആലക്കോട് പഞ്ചായത്തിൽ നമ്മൾ പ്രതിപക്ഷത്താണ്. എന്താ പ്രതിപക്ഷത്തിരിക്കാൻ കാരണം അറിയാം? കേട്ടോളി. ഒരു സീറ്റിന്റെ കുറവ്, 10 ഇടതുപക്ഷത്തിന് 9 നമുക്ക്. അതന്നെ ഒരു വോട്ടിന് മാറ്റപ്പെട്ടാണ്. രസം കേട്ടോ, ഒരു വാർഡ് പോയതുകൊണ്ട് ഭരണം പോയി. ഭരണം പോകാൻ
കാരണം ഒരു വാർഡ് പോയതുകൊണ്ടാണ്. ആ ഒരു വാർഡ് പോകാതെ എതിർ സ്ഥാനാർത്ഥി ഒരു വോട്ട് കൊണ്ട് ജയിക്കുന്നുണ്ടാണ്. അപ്പൊ ഒരു വോട്ട് പ്രധാനമാണ്, ഒരു സീറ്റ് പ്രധാനമാണ്. ഞാനിനി അധികമൊന്നും പ്രസംഗിക്കണ്ട. നമ്മുടെ നാട്ടില് ഈ ദുരിതങ്ങളൊക്കെ പേറുമ്പോ ചില നാട്ടിൽ 3 ദുരിതമാണ്: കേന്ദ്ര ഭരണം, കേരള ഭരണം, കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, പിന്നെ പ്രാദേശിക ഗവൺമെന്റ്, അതായി പഞ്ചായത്ത്. ഈ ഇരിക്കുന്ന വാർഡുകളില് ആർക്ക് ആദ്യം വീട് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള മഷി നിറച്ച പേന ഇവരുടെ കൈകളിലാണ്. അവരാണ് നാടിന്റെ ഭാഗതയെ. UDF എന്നാൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ നിങ്ങളുടെ വാർഡിൽ അത് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരികളാണ് ഇരിക്കുന്നത്. നിസ്സാരക്കാരല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ SI വരെ നിയന്ത്രിക്കാൻ ഒരു ജനപ്രതിനിധിയായ വാർഡ് മെമ്പർക്ക് അധികാരം നൽകുന്ന നമ്മുടെ ഈ ജനാധിപത്യ സംസ്കൃതി നിസ്സാരമായി കണ്ടുകൂടാ. അതുകൊണ്ട് ഇവിടെ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം ലീഗിന്റെ വലിയ സാധ്യത എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ, ലീഗുകാരെ വിവിധ വാർഡുകളിൽ കൈപ്പറ്റി ചിഹ്നത്തിലും കോടിയല്ലാത്ത ചിഹ്നത്തിലും മത്സരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവിടങ്ങളിലൊക്കെ മുസ്തഫ അബ്ദുൽ ലത്തീഫിന് കോടിക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വോട്ട് നിങ്ങൾ ആ സ്ഥാനാർത്ഥികൾക്കാണ് ലീഗുകാരെ നൽകേണ്ടത്. ഇങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞാൽ, ഞാൻ തമാശക്ക് പറയല്ല, ഇവിടെ ഓരോരുത്തരും വന്ന് കാര്യം സ്വീകരിക്കുമ്പോൾ എന്റെ കൽവൊന്ന് പഠിച്ചു വരും. തട്ടമിട്ടവരും പൊട്ടിട്ടവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആ മനോഹരമായ നൃത്തം കാണുമ്പോൾ കൽവ് കുളികണ്ടാവും. ഞാൻ തമാശക്ക് പറയല്ല. ഇത് ഇന്ന് നമ്മുടെ നാടിൽ അസ്തമിച്ചത് കൊണ്ടാണ് ഈ ദുരന്തങ്ങൾ മുഴുക്കെ നമ്മൾ പോകുന്നത്. വോട്ടർ പട്ടിക അവതാളത്തിലായ ഒരു തെരഞ്ഞെടുപ്പായി വരുന്നത്. വോട്ടർ പട്ടിക അവതാളത്തിലാണ്. കുറെ കാഞ്ഞവളന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അവര് നാട്ടിൽ നിന്ന് ഏതോ നാട്ടിലേക്ക് വീട് മാറിപ്പോയി. വോട്ട് നടക്കുന്ന സമയത്ത് അവർ ദൂർക്കം വലിച്ചുറങ്ങി. തന്റെ കെട്ടിയോടും കുട്ടികളോടും പറഞ്ഞതെന്താ, നാട്ടിലേക്കൊന്നും നേരം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ അന്തമിട്ട് ഉറങ്ങാണ്. അയാൾക്ക് പോയ നാട്ടിൽ വോട്ടില്ല, ഇവിടെ നിന്ന് നേരത്തെ കുറ്റിപ്പൊറിച്ച് പോകുമ്പോ ഇവിടെയും വോട്ടില്ല. അപ്പൊ ആ ചങ്ങാതിയാണ് SI പേരില്ലാതെ വയനാട്. മനസ്സിലാക്കണം? അയാൾക്ക് എവിടെയും പട്ടികയിൽ പേരില്ലാത്ത കാരണത്താൽ ഇന്ന് ഏറ്റവും വലിയ അങ്കലാപ്പിൽ അവനാണ്. വോട്ടർ പട്ടിക പൗരത്വത്തിന്റെ മാനദണ്ഡമായി വരുന്ന തെരഞ്ഞെടുപ്പാണ്. ആ വോട്ടർ പട്ടികയിൽ നിന്നാണ് 10 ലക്ഷത്തോളം പേരെ വെട്ടിമാറ്റിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ബൂത്തിലെ പ്രവർത്തകനെ പോലെ ആഴത്തിൽ മുങ്ങിത്തപ്പി ഇതിന്റെ എല്ലാ നെറികേടുകളും ലോകത്തോട് വിളിച്ചു പറയാൻ അധ്യാപകനെ പോലെ ഒരു പ്രൊജക്ടർ വെച്ച് ഇന്നത് 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 എന്ന് പറയുകയാണ്. എന്താണ് അതിൽ കാണുന്ന കാഴ്ച എന്നറിയാം? വെട്ടിക്കൂട് പോലാത്ത ഒരു നമ്പറുള്ള വീട്, അവിടെ 88 വട്ടം. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ആലോചിച്ചത്, ഈ ചങ്ങാതിമാർ എങ്ങനെയാ കിടന്നുറങ്ങാത്ത 88 ആള് വെട്ടിക്കൂട്ടിൽ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, ജന്മത്തിൽ കല്യാണം കഴിയാത്ത ഒരു ചെങ്ങായിക്ക് 55 മക്കളാണ്. നിങ്ങൾ ആലോചിച്ചോളണം. വോട്ടർ പട്ടിക കൊണ്ട് കഴിക്കുകയാണ്. ഇഷ്ടമുള്ളവരെ കയറ്റാനും ഇഷ്ടമില്ലാത്തവരെ ഇറക്കാനുള്ള ആയുധാണ് മക്കളെ വോട്ടർ പട്ടിക. അതാണ് അവതാരത്തിലായിരിക്കുന്നത്. അപകടകരമായ വളവുകൾ എഴുതി വെച്ച റോട്ടിലെ ഒരു റോഡ് ഏതോ അപകടത്തിൽപ്പെട്ട് വളർത്തിയിരിക്കുന്നു എന്ന് പണ്ടാരോ പറഞ്ഞു. അതുപോലെ സൂചന നൽകാനുള്ളതൊക്കെ അവതാരത്തിലാണ്. നാട്ടിൽ തീപിടുത്തുണ്ടായാൽ കൊണ്ടുവന്ന് കെടുത്തേണ്ട യന്ത്രമാണ് ഫയർ എഞ്ചിൻ. ആ ഫയർ ഫോഴ്സിനെ വോട്ടർ പട്ടിക അവതാരത്തിലാണ്. കഴിഞ്ഞ ദിവസം ബീഹാറിലെ വോട്ടെടുപ്പ് നിങ്ങൾ കണ്ടോ? ഒരു BJP-കാരൻ ഭാരത് പെട്ടി വെച്ച ആ യന്ത്രത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ പേര് വായിക്കുകയാണ്. വാദിക്ക ഓരോരുത്തർ കാണുമ്പോൾ ഇയാളെ വോട്ടൊക്കെ അമർത്തുകയാണ്. താമര കീഴുള്ള സൗണ്ടുകൾ മഴക്കാലം കണ്ടാൽ വീണ്ടും ഞെക്കും. ഇവൻ ഞെക്കുന്നത് മുഴുവൻ താമരക്ക്. ഇങ്ങനെ ചെയ്ത് പോയിട്ട് 1000 വോട്ടുള്ള
വോട്ടുള്ള ഒരു ബൂത്തില് 1200 വോട്ട് പോലും ചെയ്തു. എണ്ണമർന്നു ഈ കള്ള കളികളൊക്കെ ഇലക്ഷൻ കമ്മീഷനോട് കൂടി ഒത്താശ ചെയ്തുകൊണ്ടായി രാജ്യം നടത്തുന്നത്. രാജ്യം അത്യന്തം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി ഈ അവസ്ഥകൾ മാറിയാലുള്ള ദുരന്തം അത് ഓർത്താണ് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന ഒരു വലിയ ജാഥ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നടത്താൻ AICCയുടെ തീരുമാനത്തിന്റെ അറിയിപ്പ് ഈ സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാർത്തയിൽ വായിക്കാൻ സാധിച്ചു. കേരളത്തിൽ വലിയ ഒരു ജാഥ നടത്താൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും കിട്ടണം. ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെന്നറിയാം, ഈ നാടിന്റെ ഈ കാര്യങ്ങൾ വിളിച്ചു കൊണ്ടുവരികയാണ്. ജനാധിപത്യ അപകടത്തിലാണ് വിളിച്ചു പറയുകയാണ്. ഈ മക്കള് ആൾക്കൂട്ടത്തിക്കായിരുന്നത് ഏതാ ഈ മക്കളെന്നറിയാം? എന്റെ പോലെ നിങ്ങളെ പോലെയൊന്നല്ല. ഇതുപോലെ ആൾക്കൂട്ടത്തിൽ പൂമാലയ്ക്ക് വേണ്ടി തലനീട്ടി കൊടുത്ത കാരണത്താൽ ചോരപ്പൂക്കളും നിർത്ത് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ വീരമൃത്യു വരിച്ച രാജീവ് ഗാന്ധിയുടെ പൊന്നു മക്കളാണ് ഈ രണ്ട് മക്കളും. ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയപ്പോ ചിഹ്ന ഭിന്നമായി ഇറച്ചികളൊക്കെ ചിന്നിച്ചിതറി. അന്ന് ഞാൻ ആദ്യമായിട്ട് TV കാണാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു കൊടയുള്ള കാര്യം മാത്രം വേറെ കിടക്കുന്നു. എല്ലാം ജീവിച്ചിട്ടുണ്ട്. ഞാൻ പെരുമ്പത്തൂരിൽ പോയിട്ടുണ്ട്. ശ്രീ പെരുമ്പത്തൂരിൽ ഞാൻ പോയിട്ട് അവിടുത്തെ ആ പ്രത്യേകമായ സ്ഥലം കണ്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ചിത്രങ്ങളിൽ വെച്ചിരിക്കുന്നു കാണാൻ. ഇതാണ് അദ്ദേഹത്തിന്റെ ചിന്തിച്ചിതറിയ മൃതശരീരത്തിലെ ചില ഭാഗങ്ങൾ. അതിന്റെ ഫോട്ടോയെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താ? ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയപ്പെടാം. എന്റെ ഉപ്പ ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയപ്പോ ഇതുപോലെ ചിഹ്ന ഭിന്നമായാൽ എന്റെ അമ്മ എന്നോട് വസിയത്ത് പറയാൻ എന്താന്ന് അറിയാം, പൊന്നു മോനെ അമ്മയുടെ കുട്ടി ആൾക്കൂട്ടത്തേക്ക് പോണ്ട, കാരണം എന്റെ വാപ്പ പോയത് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയപ്പെടാം. സോണിയാഗാന്ധി ഈ വസിയത്താണ് മക്കളോട് പറയേണ്ടത്, പക്ഷെ പറയുന്നില്ല. നാടിനു വേണ്ടി ആ രണ്ട് മക്കളും കണ്ടോ, സ്വന്തം പിതാവ് മരിച്ചത് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് ഞെട്ടും. വയനാട് വന്നാലും UP-യിൽ പോയാലും കാശ്മീരിൽ പോയാലും ഡൽഹിയിൽ പോയാലും തീ തുപ്പുന്ന പീരങ്കികൾക്ക് മുന്നിൽ വെടിയച്ചയുടെ കാതച്ച നിലക്കാത്ത വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറാത്ത മണ്ണിലൊക്കെ ധൈര്യസമേതം നടക്കുകയാണ്. അച്ഛൻ മാത്രമല്ല, വല്യമ്മ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഓഫീസ് റൂമിലെ പിയോൺ വന്ന് ചോദിക്കുകയാണ്, ആരാണ് സിദ്ദീഖലി? ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. കാരണം ഉമ്മാനമ്മ സുഖമില്ലാതെ എടുത്തിയത്, അതിനെന്തെങ്കിലും പറ്റിയത് പറഞ്ഞ പോലെ. നിങ്ങൾക്ക് ആൾ വന്നിട്ട് ഫോണില്ലാത്ത കാലമാണ്. നിങ്ങളെ തന്നെ ആൾ വന്നിട്ടുണ്ട്, നിങ്ങളെ വലിയമ്മ പറ്റിയ സുഖമില്ലാതെ പറഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയത് ഉറപ്പുണ്ട്. ഇന്നും ഞാനത് മറന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ക്ലാസ് എന്നത് പിയോട് പറയാം, ഒരു ബാഡ് ന്യൂസ് അറിയിക്കാൻ ഒരു ദുഃഖവാർത്ത. അമ്മൂമ്മ മരിച്ചതാണ്, ഇന്ദിരാഗാന്ധി. എങ്ങനെ ആരെങ്കിലും വഴി വെക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിർത്തിയ അന്വേഷകരാണ്. ഈ ഇന്ദിരാഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറ് വെടിയുണ്ടയേക്കാത്ത കാറ്. വെടിയങ്ങോട്ട് വെച്ചാൽ വെടിയെടുത്ത് തെറിക്കും, കാറ് ഉള്ളിൽ പോകില്ല. അങ്ങനത്തെ കാറ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അറിയണേ, ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക്, വെടിവെച്ചാൽ ഏൽക്കാത്ത ജാക്കറ്റ്. ആ ജാക്കറ്റ് ധരിക്കാത്ത ദിവസത്തെ തഞ്ചം നോക്കി വഞ്ചനയുടെ കാഞ്ചി വലിച്ചു അഭിരക്ഷകൻ. ആ ജാക്കറ്റ് ഇടാത്ത ദിവസം നോക്കിയിട്ട് ആരെങ്കിലും വെടിവെക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിർത്തിയവരെ വെടിവെച്ചു, കൊലച്ചതി. അങ്ങനെയാണ് അമ്മൂമ്മ പോയത്. ഈ ഒപ്പം നടക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കുമ്പോ പ്രിയങ്കയും രാഹുലും ചിന്തിക്കൂലേ, ഇതുപോലെ തോന്നി പിടിച്ചോര് എന്റെ വല്യമ്മാന്റെ എന്റെ അമ്മൂമ്മന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നലെ ദുരന്തമുണ്ടായി, എന്നൊരു സ്ഥിതി എന്താണ് എന്ന മക്കളെ തല്ലു കിടക്കിയിലെ മക്കളെ അതൊക്കെ മറന്ന് കൊടുത്ത് അതാ ഓർമ്മകളൊക്കെ പണയം വെച്ച് ഈ നാടിന് വേണ്ടി ആ രണ്ട് മക്കൾ മുന്നിലിറങ്ങിയാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അവർ
അവരെ പിന്നിൽ നിന്ന് കൊടുക്കണം. ആ ബോധമുണ്ടായതുകൊണ്ടാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ അരിവാൾ നെൽക്കരയിൽ മത്സരിച്ച ആനി രാജ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നടക്കുന്നത്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല, മുന്നിലും അവരൊന്നും അറിഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ കൂടെ ഇല്ല, സ്റ്റാലിനുണ്ട്, മമതാ ബാനർജി ഉണ്ട്, അതുപോലെ പലരുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ കൂടെ ഇല്ല. എന്താ മാർക്സിസ്റ്റ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ മൗനമായി നിൽക്കാത്തതിന്റെ കാരണം അറിയാം. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വിശ്വാസം കോൺഗ്രസിനേക്കാൾ കൂടുതൽ ബിജെപിയാണ്. ബിജെപി വരാണ് അവർക്ക് അയാളെ, കാരണം പിണറായി ബന്ധപ്പെടില്ല, കോൺഗ്രസ് വരുന്നതുപോലല്ല. രണ്ട്, ഈ വോട്ടിന്റെ ഈ കള്ളത്തരം വൈവേപ്പം ബിജെപി എടുക്കുന്നത് നേരത്തെ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തതാണ്. മരിച്ചുപോയാൽ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്? മരിച്ചുപോയ ഒരുപാട് ആളെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ശശികല ടീച്ചർ, അവരുടെ ടീച്ചറാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ല പ്രവർത്തകനായ. അവരുടെ ഭർത്താവിന്റെ പേര് പ്രഭാകരൻ നായരാണ്. ശശികല ടീച്ചറെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നു. ശശികല ടീച്ചർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ മരിച്ച ഭർത്താവിന്റെ വാർഡിലാണ് ഉദ്യോഗസ്ഥയായി വന്നിട്ടുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസർ ഇങ്ങനെ പേര് വായിച്ചു കൊടുക്കുകയാണ്. ചെയ്തു പോയായിരുന്നു. അപ്പൊ ആ ഇടയ്ക്ക് പ്രിസൈഡിംഗ് ഓഫീസർ വായിച്ചു, മേലെ വീട്ടിൽ ഭാസ്കരൻ. മേലെ വീട്ടിൽ ഭാസ്കരൻ എന്ന് വായിച്ചപ്പോൾ ടീച്ചർ പേന അവിടെ വെച്ചു. ടീച്ചർ പറഞ്ഞു, ഓ, ഇതുവഴി വന്ന് എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. 15 കൊല്ലയായി വെച്ചിട്ട്, 15 കൊല്ലയായി വെച്ചിട്ട് അയാളാണ് വോട്ട് ചെയ്ത് തിരിച്ചു പോയത്. അതാ ടീച്ചർ പറഞ്ഞത്, ഇതുവഴി വന്ന് എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ലെന്ന്. കാണാനോ ബോധി ഉണ്ടാവുമല്ലോ. ആ മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും തന്നെ ഈ വോട്ട് ചോരിയെ കുറിച്ച് സംസാരിക്കില്ല. 18 വോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ. ഈ മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് 12 നിരോധിക്കണമെന്ന് പറയുന്നു. പക്ഷേ നായകനായിട്ട് അവർ പറയാത്തതിന്റെ കാരണം 12 ഏറ്റവും വലിയ ഉപകാരം നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ടാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ സഖാവ് കുഞ്ഞനന്ദൻ 15 ദിവസം പോലീസിന് പിടികൊടുക്കാതെ കട്ടിൽ നിരോധിച്ചെടുത്തോക്കിയത് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് നിരോധിച്ചാൽ ഏറ്റവും വലിയ കഷ്ടക്കാലം നമ്മളെക്കാൾ കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ ജനകീയ വിഷയങ്ങളിലൊന്നും അവർക്കൊരു താല്പര്യമില്ല. കാളികാവ് പഞ്ചായത്തിലെ നല്ലവരായ ജനാധിപത്യ ശൈലിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് വോട്ടിന്റെ അങ്ങനെ എല്ലാം നടന്നുകൊണ്ട് മനോഹരമായി നമ്മുടെ സംബന്ധിക്കാൻ അവകാശം വിനിയോഗിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാനുള്ള ഫൈനൽ മത്സരത്തിന്റെ സെമി ഫൈനൽ മത്സരമാണ്. ഇതിൽ ജയിച്ചാൽ നമുക്ക് കേരളത്തിൽ കിട്ടും ഭരണം. കേരളത്തിൽ കിട്ടും. ഒന്ന് അധ്വാനിച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് നല്ല വിധികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇതെല്ലാം മുടിനാരിനെ പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജനകീയ വിഷയങ്ങളിലെല്ലാം രണ്ട് ഗവൺമെന്റിനും താല്പര്യം. ജനങ്ങളെ പാർപ്പിടം, റോഡ്, ഭക്ഷ്യസുരക്ഷ, നയതന്ത്രം, വിലക്കയറ്റം, ഇതൊന്നല്ല ഒരു താല്പര്യം. നരേന്ദ്രമോദി മന്ദിർ, മസ്ജിദ്, മുത്തലാഖ്, ഹിജാബ്, തൊട്ടാ പൊട്ടുന്ന വിഷയമില്ല താല്പര്യം. താൻ ഒരു കുട്ടികൾ ചെലവില്ല. വിവാദം ഇവിടുത്താണോ മാഷാഅല്ലാഹ് സ്പീക്കർ, കാഫിർ പ്രയോഗം, വഖഫ്, ശബരിമല, ഇങ്ങനെയുള്ള ഏർപ്പാടുകളാണ് ഇവിടുത്തെ ഗവൺമെന്റ്. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. നമ്മളെ നിലനിൽപ്പാണ് അവതാളത്തിലാകാൻ പോകുന്നത്. SIR കൂടി വന്നാൽ കേരളത്തിൽ ഇത് നടപ്പിലായി BJP ഇല്ലാതെ ആ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി നാട്ടുകാരെ കൂട്ടിയിട്ട് മോഡിക്കെതിരെ പട നയിക്കുകയാണ്. സ്റ്റാലിൻ ഇവിടെ പട നയിക്കുകയാണ് തമിഴ്നാട്ടിൽ. സിദ്ധരാമയ്യ കർണാടകയിൽ പട നയിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിന്റെ മുഖ്യമന്ത്രി ഇല്ല, ആ വൈദ്യ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? മൂപ്പർക്ക് കുറച്ച് നെറുറത്ത് തീരാൻ കുറച്ച് തട്ടുമുണ്ട്. ഒന്ന് ലാവ്ലിൻ കേസ്, പിന്നൊന്ന് മോള കേസ്, പിന്നൊന്ന് മോന്റെ കേസ്, മോന്റെ അമോഷന്റെ കേസ്.
പിണറായി വിജയൻ മരുവന്റെ കേസ് മൊത്തമല്ല, ആ കുടുംബം മൊത്തം കേസിലാണ്. കാരണം ഒരു വണ്ടി വിളിച്ച് പോയാൽ മതി, ഒരു ഫാമിലി കേരളത്തിൽ വേറില്ല. കിടന്നാൽ ജയിലിൽ പോയാലും എനിക്ക് വേണ്ട, കാരണം കുട്ടികളെ മക്കളെ ഒന്നെ കാണാം. അതിന്റെ ഞങ്ങളുടെ പറയുന്ന 374 കോടിയുടെ ലാഭം കേസുണ്ട്. പിന്നെ ലൈഫ് വേറുണ്ട്, സ്വർണ്ണക്കടത്ത് വേറുണ്ട്. മുസ്ലിം വെച്ച് വരെ കൊടുക്കില്ലേ, ഈത്തപ്പാഴത്തിൽ കൊടുക്കില്ലേ. ഖുർആൻ സ്വർണം ഊരി വെച്ച ഖുർആനും സ്വർണം വെച്ച ഖുർആൻ നോക്കുമ്പോൾ രണ്ട് തൂക്കാണ്, രണ്ടും 35 ദിവസമാണ്. പക്ഷെ തൂക്കിയപ്പോ മുസാഹിബ് കാണാൻ കുറവാണ്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, ഇതെന്താ അങ്ങനെ മുസാഹിബ് കാണാൻ കുഴപ്പമില്ല. ഒരു ചങ്ങായിനോട് പറയാണ്, അത് ജയിലിൽ കൊടുത്ത മുസാഹിബിൽ ചിലപ്പോൾ അൽബക്കർ ഉണ്ടാവില്ല, അടുത്തെന്താ എന്തൊരു കാണാം. സ്റ്റിക്കർ ഉപയോഗിച്ചാണ് ശത്രുവിനെ കൊല്ലാൻ പോകുന്നത്. മതത്തെ ദുർവിനിയോഗം ചെയ്യാണ്. ഇപ്പൊ ശബരിമല അയ്യപ്പനുമായിട്ടാ കളി. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ മതത്തിലാ കളി. കാരണം അവർക്ക് ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്താൽ ഒന്നുമില്ല. ജനാവ് കാര്യ മെഡിക്കൽ കോളേജിൽ പഞ്ഞില്ല, പഞ്ഞില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മോഡേൺ ഫ്രണ്ടുകാര് വന്ന് പാടാണ്ടാക്കി. എന്താ കാര്യം അറിയോ? രോഗികൾക്ക് കൊടുത്താൽ കഴിഞ്ഞ വർഷത്തെ ബ്ലഡിന്റെ കാശ് കൊടുത്തില്ല, പാലത്തിന്റെ കമ്പനിക്ക് കൊടുത്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സർജറിക്ക് വേണ്ടി കൊണ്ടുവച്ച യന്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി. കാരണം കഴിഞ്ഞ മാസം സർജറിയുടെ പൈസ കൊടുക്കില്ല. എല്ലായിടത്തും ഞാൻ കൊടുക്കാണ്ട്, കാണുന്നിടത്ത് മുഴുവൻ കൊടുക്കാണ്ട്. ആ ആളാ പറയുന്നത്, ഞാൻ പെൻഷൻ 2500 ആക്കും, ഞാൻ അങ്ങനെ മലവായിക്കോ ഇങ്ങനെ വാഗ്ദാനം പലതും പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 10 ലക്ഷം യുവാക്കൾക്ക് വർഷം പ്രതി പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു കൊല്ലം 10 ലക്ഷം കൊടുക്കാൻ 5 കൊല്ലം കൊണ്ട് 50 ലക്ഷം ആൾക്കാർക്ക് കൊടുക്കാം. അപ്പൊ വ്യവസായമായി എഴുതി നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഭരണത്തിന്റെ ഇടയ്ക്ക് 5 കൊല്ലത്തിന്റെ ഇടയിൽ കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ പോയ ദേശാഭിമാനി എടുത്തത്. ദേശാഭിമാനി 2 ലക്ഷം ഒന്നാം തീയതി വർഷം പ്രതി 10 ലക്ഷം, കൊല്ലം 10 ലക്ഷം പേർക്ക്. ഇത് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് ഒരു നോട്ടീസ് എടുത്തത്. യൂത്ത് മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്. വാഗ്ദത്ത തൊഴിൽ എവിടെ? കോൺഗ്രസ് ഓർമ്മ ഉണ്ടാവും. വാഗ്ദത്ത തൊഴിൽ എവിടെയെന്ന് ചോദിച്ചു നമ്മളൊന്ന് ജാഥാക്കി. കാരണം എന്താ? കൊല്ലം 10 ലക്ഷം പേർക്ക് കൊടുക്കും. ഇപ്പൊ കൊറോണ സമയത്ത് ഇയാൾ ദുബായിൽ പോയി പണായി വന്നു. പ്രവാസ മക്കൾക്ക് സ്കൂളുണ്ടാവും, 6 മാസം ശമ്പളം കൊടുത്തു. അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൊടുത്തു. ഹീമോഫീലിയ എന്ന രോഗമുണ്ട് എന്റെ നാട്ടിൽ കുട്ടിക്ക്, സുന്നത്തിച്ചിട്ടില്ല. എന്താ കാരണം? ചോര നിൽക്കില്ല, അതാണ് രോഗം. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള 13,500 അതിന്റെ ഇൻജക്ഷന്റെ പൈസ. ഉമ്മൻചാണ്ടി മനോഹരായി നിർത്തിയത്, അതും ഇയാൾ നിർത്തി. നാളെ അവതാരത്തിനായി 15,000 കോടി റോട്ടിലെ കോൺട്രാക്ടർമാർ കൊടുക്കാൻ കൊടുത്തിട്ടില്ല. ഉച്ചക്കഞ്ഞിയുടെ പൈസ കൊടുത്തിട്ടില്ല. എന്റെ നാട്ടിൽ മാഷുണ്ട്, വർഗീയനെ കണ്ടാലും മാറണ. ചകിരിപ്പൊടി വിൽക്കുന്ന കടയിൽ പോയാലും മാറണം. ചെറുപയർ വാങ്ങിയിട്ട് അയാൾ പൈസ കൊടുക്കാൻ. അയാള് ഇപ്പൊ മര്യാദക്ക് നല്ല ലെവലിലല്ല. കുടുംബശ്രീക്കാർ ഞാൻ പറയണോ? സൗജന്യ ഹോട്ടൽ ഓർമ്മണ്ടോ? സബ്സിഡി കൊടുക്കുന്നു പറഞ്ഞാൽ ചോറ് തിന്നാൻ പോയാൽ 20 രൂപ നമ്മൾ കൊടുക്കും. ചോറ് തിന്നാൽ ബാക്കി 20,000 കൊടുക്കും. പിണറായി തരാൻ ഏറ്റതാണ് സബ്സിഡി, ജനകീയ ഹോട്ടലിന്റെ പേര്. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള പൈസ 20 കൊടുത്ത്, പക്ഷെ പിണറായി തരുന്നു ഏറ്റ സബ്സിഡി വരെ കൊടുത്തിട്ടില്ല. എന്റെ നാട്ടിൽ കുടുംബശ്രീക്കാരി പെണ്ണിന് ഇപ്പൊ ലെവലില്ല. കാരണം എന്താണെന്നറിയോ? ഓള് പാത്രം വാങ്ങിയിട്ട് അണ്ണന്മാരെത്തുന്ന ലോൺ എടുക്കുക. അത് തെറ്റേക്കാണ്. പച്ചക്കറി പീടികയിൽ പൈസ കൊടുക്കാണ്ട് ഒരു മാറി കളിക്കുകയാണ്. അഡ്വാൻസ് കൊടുത്ത് ഞാൻ തുടങ്ങിയ കണക്ക് അത് കിട്ടാനില്ല. അപ്പൊ ഇവിടെ
ഇപ്പൊ ഭർത്താവ് പോലെ നന്നായി ചീത്തറിയും. ഇപ്പൊ സാധനം ഒക്കെ ആകെ ലെവലെത്തി. ലെവലിലെത്തിയ ഈ കൊമ്പത്തോളം തിരുവിലെ വെട്ടത്തിന് നമ്മുടെ ഹിമ പോലെ അവിടെ അവിടെ പുറത്തില്ല സാധനം നീച്ചൊക്കെ തല വാങ്ങാതൊക്കെ പണി. അങ്ങനെ പോകും. 3 ദിവസം ഉറപ്പുടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല വിശാലത്തൊക്കെ വന്ന് അങ്ങനെ ഡിസ്ചാർജ് ആക്കി. പുതിയാപ്പുറ ഓടി കുട്ടിയാണ് ഇങ്ങനെ വെളിയെടുത്താറായിരിക്കും. അങ്ങനെ അങ്ങാടിയിലേക്ക് ചെയ്യപ്പെട്ട് ജനകീയ ഹോട്ടൽ എന്ന ബോർഡ് അത് കണ്ടപ്പോൾ ഇനി പറഞ്ഞ അടനുണ്ടായി. കാരണം ഈ ബോർഡ് കാണുമ്പോൾ ഈ കാലത്ത് പിണറായി വാർത്താനം ഖജനാവിന് ഉപ്പില്ലെന്ന് പിണറായി പറയുന്നത്. ജനങ്ങൾക്ക് കാശ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, കരാറുകാരന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ഹെഡ് മാസ്റ്റർ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ഉച്ചക്കഞ്ഞി അമരാളത്തിലായതുകൊണ്ടാണ്. ഇങ്ങനെ പാത്രസുട്ടായ ഒരു ഗവൺമെന്റാണ് ജനങ്ങളോട് അത് ചെയ്യാൻ ഇത് ചെയ്യാന്നൊക്കെ പറയുന്നത്. അത് ഏതുപോലെ മുമ്പ് ഒരാൾ മരിച്ചപ്പോൾ അയാൾ മരിച്ചെടുക്കുമ്പോൾ പള്ളിക്ക് ഉസ്താദ് പറഞ്ഞു മരണപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ആയതുകൊണ്ട് ഹയാത്തിലായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ വെറുപ്പിക്കുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥ നാളെ വരാനുണ്ട് നോക്കിയിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടണം. അതോടൊപ്പം വൈദിക സാമ്പത്തികമായ കാര്യങ്ങൾ വല്ലതും വരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹമീദുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹമീദിനാണ് പരിപാടിയില്ല, ഓനെക്കാണെങ്കിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് പറയുന്നത്. അങ്ങനെ അവനെ മയ്യത്തൊക്കെ മറിയത് ആ താഴ്ചയത്തിന്റെ 3 ദിവസം അനുശോചനമൊക്കെ കഴിഞ്ഞ് ഹമീദ് മടക്കി കുത്തി അങ്ങാടിക്ക് വന്നപ്പോൾ ഒരു ജീപ്പ് ആൾക്കാരെല്ലാം നോക്കി. വൈദിക പൈസ കൊടുക്കാനുള്ള ടീമാണ്. ഇയെല്ലാം ഹമീദ് വെച്ച് അസ്സലാമു അലൈക്കും. ഞാനാണ് ഹമീദ്. വലൈക്കും അസ്സലാം. വൈദികന്റെ മോനെ ഉസ്താദെ പള്ളിയിൽ നിന്ന് പറഞ്ഞത് ഈ വാപ്പാന്റെ കണക്ക് ഏറ്റിട്ടുള്ള അവസ്ഥ എന്താണ് പറയാനുള്ളത്? ഹമീദ് പറഞ്ഞ വർത്താനം. ഹമീദ് എന്താ പറഞ്ഞത്? അതെ, ഞാൻ ഏറ്റിക്കണ്. ഞാൻ ഏറ്റിക്കുന്ന കാര്യം സത്യമാണ്. ഞാൻ ഏറ്റിക്കണ്. ഇനി എനിക്കെന്തെങ്കിലും സംഭവിക്കും അന്ന് എന്റെ 5 ഇലിയാസ് കേൾക്കണം. അങ്ങനെ സെമീറിന്റെ കാലം കഴിഞ്ഞ ആരിസ് എന്നൊരു ചെറിയ 5 ഓനെ ഏറ്റെടുക്കും. ഇപ്പൊ വന്നവര് ചോദിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാ കിട്ടുന്ന അവധി ഉണ്ടാവും. അപ്പൊ പറഞ്ഞു അവധി ഉണ്ടാവും. അന്നാണ് മക്കളെ സകലയും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ വരുമാനമില്ലാത്ത നാട്ടുകാരോട് കൊണ്ടെന്ന് പറയാം. എത്ര കാലമായി എനിക്ക് പറയാൻ തുടങ്ങിയിട്ട് നമ്മൾ വെച്ചിരുന്ന പഞ്ചായത്തിലൊക്കെ ഓൺ ഫണ്ട് എടുത്ത് നമ്മളെ മനോഹരമായി കൈകാര്യം ചെയ്തു. മലപ്പുറം ജില്ലയിലാണ് നമ്മൾ വയ്ക്കുന്ന പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത്. ഇയാളില്ലാത്ത നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. വീട് കിട്ടണമെങ്കിൽ അപേക്ഷ കൊടുക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണമെന്ന് നയമുണ്ടാക്കിയ ലോകത്തെ ആദ്യത്തെ പൊട്ടനായി പിണറായി. കാരണം വീട് കിട്ടുന്ന റേഷൻ കാർഡ് എന്തൊരു കഥയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കനോട് ചോദിച്ചു, മാഷ് എന്നടാ ഹോംവർക്ക് ചെയ്യാതെ വന്നത്? ഹോംവർക്ക് ചെയ്യാനൊന്നും കറണ്ട് ഉണ്ടായില്ല. കറണ്ടില്ലാത്ത കറണ്ടൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഹോംവർക്ക് ഉണ്ട്. ഇവിടെ തീപ്പെട്ടി കഴിഞ്ഞ വിലയിൽ പ്രകൃതി അടിച്ചിട്ടുണ്ടായില്ല. തീപ്പെട്ടി പൂജാമുറിയിലേക്ക് സാറേ പോയി എടുക്കണ്ടേ? പൂജാമുറിക്ക് കയറുന്നത് വിളിക്കാതെ അമ്മ സമ്മതിക്കില്ല. അപ്പൊ കുളിച്ചുണ്ടായിരുന്നില്ല. അതിന്റെ ടാപ്പ് തുറന്നപ്പോ വെള്ളം ഉണ്ടായിരുന്നില്ല. എടാ ടാങ്കി കഴിക്കണ്ടേ? അതല്ലേ പോത്തെ ഞാൻ ആദ്യമായി കഴിക്കണ്ടായില്ല. അതന്നെ സത്യം. എന്താ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ കൊണ്ട് നാട്ടിൽ ജനങ്ങളിലേക്കാൻ പോകുന്നത്? എല്ലാം അപരാധത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് കേസില്ല, ബഹുമാനില്ല, ഒരു പ്രശ്നമില്ല. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തു, P ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു, രാഹുൽ ഗാന്ധിയെ എത്ര മണിക്കൂർ, സോണിയാഗാന്ധി ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു. എന്നാ പിണറായി വിജയന് ഒരു ആട്ടുമില്ല. മൂപ്പരെ മോള് വീണക്കും ഒരു പ്രശ്നമില്ല, കമലം ഒരു പ്രശ്നമില്ല. ഇപ്പൊ തന്നെ AI ക്യാമറന്റെ പൈസയുടെ കിട്ടേണ്ടുന്ന ഏജന്റ് നിൽക്കത്താലും അന്തം വിട്ടിച്ചിട്ടാണ്. ഇന്ന പൈസ കിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പം ചോദിച്ചു, നിങ്ങളെ പൈസ ഒപ്പിട്ട് പോയത് നോക്കുമ്പോ ക്ലോസ് എഴുതി വെച്ചിട്ടാണ് ഒപ്പിട്ട് പോയിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയിട്ടില്ല.
CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോ ഇൻസൈഡ് ചെയ്തിട്ട് ചെങ്ങായി വന്നിട്ട് പൈസ ഒപ്പിട്ട് എടുത്തിട്ടുണ്ട്. ആരാന്നറിയാം? പിണറായി വിജയന്റെ ചെക്കന്റെ അമ്മാശൻ. ആ ഇപ്പൊ നമുക്ക് സുഖം കിട്ടും. ആ കുടുംബത്തേക്ക് മക്കളെ വിളിച്ചോട്ടാൽ മതി. ആ കുടുംബത്തിന് നല്ലൊരു ബന്ധം നടത്തിയാൽ മതി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോണ്ടായി എന്നോട് മാഷ് ചോദിച്ചു, സിദ്ദീഖലിക്ക് എന്താവാനാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു എനിക്ക് അധ്യാപകനാവാൻ ഇഷ്ടം. ഞാൻ തിരുവനന്തപുരം ടെക്നിക്കലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് മാഷാവാനാണ് ഇഷ്ടമാണ്. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. മനോജ് എന്റെ ആഗ്രഹം എന്താടാ? മനോജ് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം. സിദ്ദീഖലിനോ അതിലല്ല, എനിക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ഇരിക്കും മനോജ്. അപ്പോൾ എന്താണ് ആഗ്രഹം? പറഞ്ഞു എനിക്ക് ഡോക്ടർ മാഷൊന്നും ഇഷ്ടമല്ല, എഞ്ചിനീയർ ആവാൻ ആഗ്രഹം. ഇരിക്കും. ശശിക്ക് എന്താ ആഗ്രഹം? ശശി പറഞ്ഞു ഈ എഞ്ചിനീയറും ഡോക്ടറും മാഷൊന്നും ആവുന്നില്ല, എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടും ഒക്കെ ഉള്ള നല്ലൊരു മുതലാളിയാവാനാണ് ആഗ്രഹം. ശശി സിറ്റോൺ. ശ്രീകല സ്റ്റാൻഡ്. മോള് പറയും നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ശ്രീകല പറഞ്ഞു ഇപ്പൊ ഇന്ന് ശശിയുടെ ഭാര്യയാവാൻ. ശശിയുടെ ഭാര്യയായ മോള് ബീച്ചിലായി. അതന്നെ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ വെറുതെ പറയില്ല. കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർന്ന കേസിലെ ഒന്നാം പ്രതിയാണ് റിയാസ് മന്ത്രി റിയാസ്. കരിപ്പൂർ എയർപോർട്ട് തകർത്തതിലെ ഒന്നാം പ്രതി അടിച്ചു തകർത്തി. അയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു. ആഭ്യന്തരം അമ്മോശന്. ആരാണ് പിടികിട്ടാ പുള്ളി? ഓ ആ വീടാന്നല്ല പർപ്പസോളെ എത്തിച്ച് മോനെ വാ എന്ന് പറഞ്ഞാൽ പദപ്പന്റെ കുടിപ്പോയിട്ടിന് അർത്ഥത്ത് തക്കേടെ കുട്ടിയെ മുതലല്ല ഈ പിടികിട്ടാ പുള്ളി. ആ പിടികിട്ടാ പുള്ളി ഒന്ന് കുറിച്ചൂടെ? കഴിയില്ല. അപ്പൊ എന്താ മാർക്സിസ്റ്റ് രക്ഷ. പക്ഷെ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റ് പാവങ്ങൾ ഐറ്റങ്ങൾ ഈ ദിവസം 20-ാം ദിവസം ഐറ്റങ്ങൾ ശവമാണ് കമ്പനി ഈ വേറും വളരെ ബാക്കി. പിന്നെ എന്തെങ്കിലും ഈ ചെറുനാട്ടം വെക്കുന്ന നനവല്ലാതെ ഒരു സഖാക്കളെ തികഞ്ഞ അവതാരത്തിലാണ്. എന്നിട്ട് ഈ ജനങ്ങൾക്ക് മര്യാദക്ക് ഒന്നും കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ആണ് ഇപ്പൊ ജനങ്ങളോട് പറയുന്നത് CM വിത്തുമ്മി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നമ്മൾ കോൾ ചെയ്യാം, നമ്മളെ പരാതിയൊക്കെ പറയാം. നമ്മളെ ഒരു പരാതി കൊണ്ടേ കൊടുത്ത് അന്നങ്ങളെ ഒരു ബസ് വിദ്യാർത്ഥികളെ നാട്ടിൽ നവകേരളം ഓർമ്മണ്ട? നവകേരള യാത്ര പോയി. എല്ലാ മന്ത്രിമാരും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പുതിയാപ്പട്ടം പോണ പോലെ ഒരു ബസ്സിൽ അങ്ങനെ ഇറങ്ങി. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടായി കുറെ വാഹനം. എന്നിട്ടാ മുഖ്യമന്ത്രികളെ വാദിച്ചിട്ട് അങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. നമ്മൾ പോയി. എന്നിട്ട് എന്തേത് താനൂരിലെ ഗവർണർ പരാതി എന്താ? എനിക്ക് 5 പെൺകുട്ടികളാണ്, 5 പെൺകുട്ടികൾ. അതുകൊണ്ട് എന്റെ BPL ലിസ്റ്റിൽ പെടുത്തണത് മുമ്പ് സപ്ലൈ ഓഫീസിൽ കൊടുത്ത പരാതിയാണ്. അതേമാതിരി എഴുതിണ്ടാക്കി ലോക്കൽ കമ്മിറ്റി പറഞ്ഞ് ഇപ്പൊ മുഖ്യമന്ത്രിനെ കണ്ടിരിക്കാൻ പരിഹരിക്കാത്തൊന്നുമില്ല. ഈ പെൺകുട്ടികൾ കൊണ്ടേ കൊടുത്ത് എന്നിട്ട് അവർക്ക് മെസ്സേജ് വന്നു. മെസ്സേജ് കണ്ടുമ്പോൾ തുള്ളിച്ചാടി താങ്കളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിച്ച നമ്പർ 1493. താങ്കളുടെ പ്രശ്നപരിഹാരത്തിനായി താങ്കൾ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുക. അതല്ലേ നേരത്തെ പറഞ്ഞ അതേ സപ്ലൈ ഓഫീസ്. BPL ആയിട്ട് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുക. ഒരു ചങ്ങാതി സെക്രട്ടറി നമ്മുടെ നാട്ടിലെ എടപ്പാളുകാരനാണ്. അയാൾ പരാതി കൊടുത്തു. അയാൾ പാടത്ത് പരീക്ഷയാണ്. ഇതുവരെ നമ്മൾ കിട്ടിയില്ല. ചെന്നപ്പോ സെക്രട്ടറി പറഞ്ഞു കിട്ടൂല, ഇത് നഞ്ചാപൂജയാണ്, ഇതിന് പ്രത്യേക കമ്മിറ്റികൾ പരിശോധിച്ച് തകർന്നുള്ളൂ. ലോക്കൽ കമ്മിറ്റി പറഞ്ഞു അതിന്റെ എല്ലാ മുറാദ് മനസ്സിലാകാൻ പോവുകയാണ്. മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഓനും ഇതുപോലെ ഒരു പരാതി കൊടുത്തു. ആ പരാതി സ്വീകരിച്ച് ഇവർക്കും വന്നു മെസ്സേജ് കണ്ടപ്പോൾ തുള്ളിച്ചാടി. പരാതി നമ്പർ 1724. താങ്കളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു. താങ്കൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെടുക. പഞ്ചായത്ത് സെക്രട്ടറി അതിന്റെ നാട്ടിലെ കാളിയടത്തി ബസ്സിൽ ഇങ്ങനെ വരികയാണ്. കള്ളയെ വയറു ഇഞ്ഞിക്കാണ്ടാണ്. അപ്പൊ ഒപ്പമുള്ള പങ്കുകളോട് ചോദിച്ചു എന്തിയാ അങ്ങനെ വെച്ചു. ഇന്നലെ നമ്മളെ വെക്കാത്ത വയറുവേദന ഒരു സൂര്യത്വം കാലായി
പറഞ്ഞു കോഴിക്കോട് ഡോക്ടറാണ്, നമ്പർ ഉണ്ടോ ചോദിച്ചു. നമ്പർ എഴുതി കൊടുത്തു. തളരത്ത് പഴയ മൊബൈൽ തളർത്ത് നിൽക്കാനൊന്നും അറിയില്ല. എഴുതി കൊടുത്ത് കൊന്തർമ്മ കെട്ടി പെരയിൽ വന്ന് പേരെ കുട്ടിക്ക് തേച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതിലൊന്നും വെച്ചത് കുട്ടിയുടെ കോഴിക്കോട് എത്ര ഉള്ളി എടുക്കുന്ന ഡോക്ടർ ആയിക്കോട്ടെ ബുക്ക് ചെയ്തു. ടോക്കൺ നമ്പർ 9 ചൊവ്വാഴ്ച വന്നാൽ മതിയാണ്. അതനുസരിച്ച് കാളിയാട്ടത്തിന്റെ അറിയാം. ഇത് ഉറപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ 500 രൂപ ഗൂഗിൾ പേ ചെയ്യണം. തള്ള പേരക്കുട്ടിനോട് ചോദിച്ചാൽ ഗൂഗിൾ പേ ഒരു പരിപാടി അങ്ങനെ 500 രൂപ ഈ പേരക്കുട്ടി ഗൂഗിൾ പേ ചെയ്തു. ടോക്കൺ കൊടുത്ത് 9 ടോക്കൺ. ചൊവ്വാഴ്ച ദിവസം കാളിയാട്ടത്തിൽ കുറ്റിപ്പുറത്തുനിന്ന് 4 പിടിച്ച് പോയത് 3000 രൂപയ്ക്ക് കോഴിക്കോട് വന്ന് ബസ് ഇറങ്ങി. ഈ കാറിറങ്ങിയിട്ട് എവിടെയാണ് ഈ ഡോക്ടർ ഇങ്ങനെ വയറിന്റെ ആളുണ്ട് ഇങ്ങനെ കോഴിക്കോട് തന്നെ അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് പുതുക്കുമല അവിടെ ഇരുന്നപ്പോ സിസ്റ്ററോട് ചോദിച്ചു കുട്ടിയെ ഇപ്പൊ പോയത് എത്ര 7 നിങ്ങൾ എത്ര ചോദിച്ചു. ഞമ്മ 9 അടുത്തതിന്റെ അടുത്ത് നിങ്ങളാണ്. ആ സമയമായപ്പോ സിസ്റ്റർ വിളിച്ചു. മേലെ വീട്ടിൽ കാളി വാതിലൊക്കെ നേരാണ് ചെന്നപ്പോ ഇതേ പേരായിട്ട് അവന്താ ശനി ഞായർ വിളി തിങ്കൾ ഇതേ ഈ ബസ്സിൽ ഇതേ നമ്മളോട് ഇത് ചോദിക്കുന്നുണ്ട്. പൊന്നു മക്കളെ നമ്മൾ പൊട്ടന്മാരൊന്നല്ലല്ലോ. നമ്മൾ മര്യാദക്ക് ഇവരെ കൂടെ നിൽക്കണം. നാട് അവതാളത്തിലാകാൻ പോവുകയാണ്. നമ്മൾ ഈ തിരക്കും മഴയൊക്കെ ഒഴിവാക്കണം. നമ്മൾ വ്യത്യസ്ത പാർട്ടിക്കാരാണ്, വ്യത്യസ്ത തറാവീഹരാണ്. 20 ഉള്ളവരുണ്ടാവും, 8 ഉള്ളവരുണ്ടാവും. ഇനി ഒരു തറാവീന്ന് പോകുന്നത് ബസ് സ്റ്റാൻഡ് തുകിലാക്കി വട്ടം പിടിക്കാനുണ്ടാവും. അങ്ങനെ പല ഐറ്റം ഈ ഇതിൽ നമ്മളിവിടെ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളെ തൂക്കാൻ പിടിക്കാൻ പോവുകയാണ്. മുമ്പ് 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞാടി ബസ്സിൽ എന്തിനാണ് സൈഡിലെ സീറ്റിൽ ഇരിക്കാൻ. ഏതായാലും തൂക്കുകയാണ്. പിന്നെന്ത് സൈഡാണ് വയ്ക്കാം, പിന്നെന്ത് സൈഡാണ്. നമ്മളെ നിലനിൽപ്പ് അവതാരത്തിലെല്ലാം പോവുകയാണ്. ഇപ്പൊ നമ്മള് സുന്നി പറഞ്ഞ്, മുജാഹിദ് പറഞ്ഞ്, ഹിന്ദു പറഞ്ഞ്, മുസ്ലിം പറഞ്ഞ്, ഉയർന്നവർ പറഞ്ഞ്, താഴ്ന്നവർ പറഞ്ഞ് തർക്കിക്കേണ്ട സമയമല്ല. പരസ്പരം സ്നേഹത്തോടുകൂടി എല്ലാം മറന്നൊന്നിക്കണം. അവിടെ കൈപ്പത്തി കണ്ട ലീഗുകാർക്കോ കോണി കണ്ട കോൺഗ്രസുകാർക്കോ അലർജി തോന്നിയാൽ ഇത് എഴുതുമ്പോ തരില്ല. കാളിക്കാവ് പഞ്ചായത്തിൽ 12 ആളെ എണ്ണീട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ മൊത്തം ഓഫീസിൽ ഒരു അപേക്ഷയ്ക്ക് മര്യാദ ചെല്ലാൻ പറ്റില്ല. നമ്മളെ പ്രസിഡന്റാണെങ്കിൽ അഭിമാനിക്കാം. ഞാൻ ഫരീദ് റഹ്മാനിയോട് ചോദിക്കുകയായിരുന്നു, കഴിഞ്ഞ എങ്ങനെയായിരുന്നു പറഞ്ഞു. 2 കൊല്ലം കോൺഗ്രസിനും 2 കൊല്ലം ലീഗിനും. ഞാൻ പറയുന്നു, കേരളത്തിൽ ഇത്ര ഭാര്യ ഭർത്താവും പോലെ ഒന്നിച്ചു പോകുന്ന ഒരു പഞ്ചായത്ത് UDF സംവിധാനത്തിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര മനോഹരമായി ഒരല്ലലും അലക്കലും ഇല്ലാതെ എന്ത് മനോഹരമായി ഇവിടെ വന്നവരൊക്കെ ഓരോരുത്തരും കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോഴും അതാണ് നമ്മുടെ ഇന്ത്യ. ഓംകാരവിളികളും ശാന പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ നാട്. കർക്കിടക മാസത്തിലെ രാമായണവും, ഡിസംബർ മാസത്തിലെ ബൈബിളും, റമദാൻ മാസത്തിലെ ഖുർആനും, അന്തരീക്ഷത്തിലും മുഖരിതമാകുന്ന മണ്ണ്, ചന്ദന പൊട്ട് ധരിച്ച ചന്ദ്രനും, നിസ്കാരക്കാരനുള്ള നിസാ അഹമ്മദും, കുരിശ് ധരിച്ച കുര്യാക്കോസും, പെറ്റ മക്കളെ പോലെ ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന നാട്. ഈ സൗഹൃദം നമ്മൾ വരുന്ന തലമുറക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം പൗരത്വം നടപ്പിലായാൽ പേരക്കുട്ടികളെ ഇട്ടെറിഞ്ഞു പോകേണ്ടി വരും. ഒരാളും ആരെയും അതിനേക്ക് ചേർത്ത് പിടിക്കണം. എല്ലാവരും ഈ നാടിന്റെ മക്കളാണ്, ഒരേ നെറ്റിയിലെ പൂക്കളാണ്. ഹിന്ദു മുസ്ലിം എന്നതിനെ ഹിന്ദുവിനെ ഹായും മുസൽമാനിനെ മായും ചെയ്യുമ്പോഴാണ് നമ്മൾ ആകുന്നത്. ആ സൗഹൃദം UDF-ലെ കാണാൻ സാധിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതമില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈശ്വരനിലും വിശ്വാസമില്ല. ഈ പിണറായിക്ക് തന്നെ ഈശ്വരനിലൊന്നും ഒരു വിശ്വാസമില്ല. അയാൾ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്, ഈശ്വരനിൽ വിശ്വാസമില്ല. അയാൾ കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിൽ അയാൾ പാടുന്ന പാട്ടെന്താണ്? കല്ലും
ഉണ്ട്. എന്താ കണ്ണും മുള്ളൊക്കെ ഉണ്ടായിട്ട് സ്വാമി ചെരുപ്പിടാതെ പോകുമ്പോ അത് കാലിന് നഷ്ടപോലെ സ്വീകരിച്ചു പോവുകയാണ്. ഈ പിണറായി വിജയൻ മരക്ക് പോയിട്ടില്ല. മരക്ക് പോണവരെ കണ്ടിട്ടില്ല. മരക്ക് പോണവർ പോകണമെന്ന് നോക്കിയിരുന്നാ മതി, കേട്ടാ മതി. എന്റെ വലിയമ്മ പറയണം അയാൾ എന്തൊക്കെ ഈ പാടുന്നത്. എന്റെ വലിയമ്മക്ക് നന്നായി അറിയാം. അകണ്ടതാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ അതാണ് പാടുന്നത്. എന്താ പോകുന്നറിയാം. ഇതൊന്നും അമ്പലത്തിൽ കേട്ടില്ല. അതിന് ഹൈന്ദവ സുഹൃത്തുക്കൾ ബാങ്ക് കേൾക്കുന്ന നന്നായി കാണാൻ അറിയാം. എന്റെ ഇപ്പൊ ഒരു ഹത്തീബേ അവിടെ ഇപ്പൊ ലീവിന് പോയപ്പോ എന്നോട് പറഞ്ഞു ഇമാമക്കളാണ് അവിടെ താമിയാട്ടന്റെ ചായ പൊടിയാണ്. സുബൈക്ക് ഞാൻ ചായ കുടിക്കാനാണ് പോയത്. ഞാൻ ഇമാം എന്നാണ് വീടിയൊക്കെ നമ്മൾ താമിയാട്ടനോട് ചോദിക്കാനുള്ള ആരോഗ്യം വാങ്ങിക്കൊടുത്ത് ഞാനത് പറഞ്ഞു. ഞാൻ വലിയ നാട്ടിൽ പോയതാണ്. താമി പറയാൻ ആരായാലും വിവരം പറഞ്ഞാലേ അസലാത്ത് ഫൈറിന്റെ മറന്നത് താമിയത്തെ ശരിക്കും കേട്ടു. താമിയത്തിന് മാങ്ങറിയാം, വെള്ളിമാക്ക് അരങ്ങാമയൊക്കെ അറിയാം. ഇതൊക്കെ എന്താ കാരണം? ഇത് എങ്ങനെ കേൾക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പള്ളികൾ കേൾക്കുകയാണ് അല്ലേ? നബിദിനത്തിന്റെ റാലി പോകുമ്പോ ലഡു കൊടുക്കുന്ന അമ്പല കമ്മിറ്റി ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇല്ലേ ഹരേ രാമ 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 ഹരേ ഹരേ അതിങ്ങനെ വരുമ്പോ ലഡു കൊടുക്കുന്ന പള്ളി കമ്മിറ്റി എത്ര സുന്ദരമാണ് ഈ നാട്. ഇതിനോടൊക്കെ ബന്ധമാണ്. എന്നോട് എനിക്കുണ്ട് നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ, നിങ്ങളെ കുരു തക്ബീർ എന്താണ്? കുരു തക്ബീർ എന്താ വെച്ചാൽ നബിദിനം എന്താണ്? തിരിച്ചു അങ്ങനെ തന്നെയാണ്. അതൊക്കെ ബന്ധാണ്. പിണറായി വിജയൻ പാടാണ് കല്ലും മുള്ളും കാലും. അപ്പൊ എന്താ ഇയാൾക്ക് ബന്ധമില്ല? പഠിച്ചതല്ലേ പാടുള്ളൂ, പഠിച്ചതേ പാടുള്ളൂ. പണ്ട് STD ബൂത്തിലെ ചെക്കൻ നിക്കായി എത്തിയ പോലെ STD ബൂത്തിലെ ചെക്കൻ ഏത് നേരം ഗുണമല കഴിയും. മൊബൈലിൽ വന്നപ്പോഴും ഓന്റെ പണി മൊബൈലിലേക്ക് ഇങ്ങനെ കഴിക്കും. അപ്പൊ ഓന്റെ കല്യാണം ഓന്റെ വാക്ക് പറഞ്ഞു പെണ്ണാകുമ്പോ എന്റെ കുട്ടികളൊന്നും മാറ്റിച്ചുള്ളൂ. പക്ഷെ പെണ്ണ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്നത് തന്നെ കളിക്കാം. അപ്പൊ ഒപ്പമുള്ളവൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ള അപ്പൊ എന്താ പേര് ഇനി തന്നെ കളി. അങ്ങനെ അവിടെ കല്യാണം ഒപ്പിച്ച് നിക്കായിന്റെ സമയമായി. അത് സ്നേഹിതന്മാര് പറഞ്ഞു ഞാൻ ഇതേമാതിരി പഞ്ചായത്തിൽ പറ്റില്ല, പുതിയ ജീവിതം തുടങ്ങാണ്, നിക്കാറാണ് നടക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കണം ഉസ്താദ് ചെയ്തിട്ട്. അപ്പോൾ ഈ മജിലിസിൽ തന്നെ തുടങ്ങാം ഈ മൊബൈലിൽ അങ്ങനെ കളിക്കുക. അപ്പൊ അമ്മോശം വന്നിട്ടുള്ള മൊബൈലിൽ കളിക്കാൻ നീച്ചുന്നില്ല. എല്ലാവരും വരെ ശ്രദ്ധിക്കുന്നത് മൊബൈലിൽ ഇങ്ങനെ കളിക്കുകയാണ്. അവർക്ക് ഇതിങ്ങനെ ശീലമായി. ഉസ്താദ് ചൊല്ലിക്കൊടുക്കുക, അമ്മോശനെ ചൊല്ലിക്കൊടുക്കും. ഞാൻ കെട്ടിച്ചു തന്നു, ഇണയാക്കി തന്നു. ഓ താങ്കളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു എന്നാണ്. അപ്പോഴും ഈ പറഞ്ഞ മൊബൈലിലെ കളിക്കുക. അപ്പൊ ഉസ്താദ് അമ്മോശനോട് പറയുമ്പോൾ ചൊല്ലിക്കൊള്ളു ബിന്ദി ബിന്ദി സമീറ സമീറ എന്ന മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു എന്ന് ഇടയാക്കി തന്നു. അപ്പോഴും ഈ പറഞ്ഞ മൊബൈലിൽ കൂടെ പഠിച്ചത്. അപ്പൊ ഉസ്താദ് അഭിനന്ദു അപ്പോഴും മൊബൈലിൽ തന്നെ അഭിനന്ദു അപ്പോഴും ഇവ തന്നെ സ്നേഹിതം പല കുട്ടികൾ അപ്പൊ ഡബിൾ ടു അതിങ്ങനെ ശീലായി. ആ പഠിച്ചതേ പാടുള്ളൂ. അയാളുമായി എന്താ ബന്ധം? ജനങ്ങളുമായിട്ടല്ല. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ശില്പത്തിലൊക്കെ ഇപ്പൊ നാട്ടിൽ കാട്ടിക്കൊടുക്കുന്ന അതാണ്. നമ്മളൊക്കെ അപരാധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതിയ കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. കരാറിൽ ഒപ്പുവെച്ചിട്ട് നമ്മളെ കടന്മാരൊക്കെ എന്താ പറയുന്നത് അറിയോ? ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ 5 സെന്റിന് ഞാനും കരാർ എഴുതിയാൽ 5 സെന്റ് ഞാൻ റഹ്മാനിയുമായിട്ട് കരാർ എഴുതി. കരാർ എഴുതിയാൽ ഒരു കോപ്പി ഇരിക്കും, ഒറിജിനൽ മൂപ്പർ കഴിയും അല്ലേ? എന്നിട്ട് ഞാൻ അങ്ങാടിക്ക് പറയാം ഞാൻ കത്തിച്ചിക്കണ്, ഞാനതിന് വെല്ലിക്കണില്ല. ആ കരാറിന്റെ അടിയിൽ എഴുത്തുണ്ട്. ഇതിന് ആരെങ്കിലും പറഞ്ഞ് ലംഘിച്ചാൽ 2ാം കക്ഷി ഉത്തരവാദിയായിരിക്കും, 1ാം കക്ഷി ലംഘിച്ചാൽ ഒരു ഉത്തരവാദിയായിരിക്കും. അങ്ങനത്തെ കരാറില്ലാതെ ഒരു കരാറുണ്ടാവും. ഒറ്റക്കുണ്ടോ ലൈവായി? ഒറ്റക്കുണ്ടോ ലൈവായി? നിങ്ങൾ ആലോചിച്ചു.
അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ചെന്നായി പറഞ്ഞു ഇങ്ങനെ ഞാൻ ഹജ്ജിന് പോവുകയാണ്. അപ്പോ പൈസ തരാതെ എങ്ങനെയൊക്കെ പോയത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല അക്കടപാടൊക്കെ പൊരുത്തപ്പെട്ടാലേ പൊരുത്തം പറയാം. ഞാൻ എനിക്ക് ഒരു 10,000 രൂപ തരാറുണ്ട്, അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാതെ പൊരുത്തപ്പെടുക എന്ത് പരിപാടി? അതെന്നെ യഥാർത്ഥത്തിൽ കാണുന്നത്. അപ്പോ ഈ കാപട്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നാട് അത്യന്തം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുമക്കളെ, ജീവിതം ഉത്സാഹമായിരിക്കുകയാണ്. ഗ്യാസ് കുറ്റിക്ക് 500 തമിഴ്നാട്ടിൽ, കർണാടകയിൽ ബാംഗ്ലൂരിൽ 500, ഇവിടെ 1000 കടന്നു, ഒരൽപ്പം കുറഞ്ഞു. അവിടുത്തെ പാലിന്റെ വിലയല്ല ഇവിടെ എല്ലാറ്റിനും കൂടുതൽ ഡീസൽ പെട്രോൾ. എന്താ കാരണം? എല്ലാവരും ഈ മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധയില്ല. പാവങ്ങളെ കൂടെ അല്ല, ഇയാൾക്കൊക്കെ പണക്കാരെ കൂടെ തോന്നിയത് പോലെ. അതാണ് അൻവർ നമ്മളോട് വിളിച്ചു പറഞ്ഞത്. അൻവർ നടന്നു പറയുകയാണ്. അൻവർ നിലമ്പൂർ മാത്രമല്ല പറഞ്ഞത്, അരീക്കോട് പ്രസംഗിച്ചു, അൻവർ കളമശ്ശേരി പ്രസംഗിച്ചു, അൻവർക്ക് മജീദിലൂടെ തൈലം നടന്നു പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മജീദ് പറയുന്നത്, അൻവർ പറയുന്നത് RSSന്റെ ഗ്യാങ് ഉണ്ട് കേരള പോലീസ്. ആര്യരാജ പറഞ്ഞത് അതന്നെയാണ്. പക്ഷെ എന്ത് ചെയ്ത് അൻവറിനെ പുറത്താക്കി. ആര്യരാജനെ പുറത്താക്കില്ല. ഒരു തെറ്റിയില്ല, രണ്ടാൾക്ക് പോലെയല്ലേ. അതെ, പണ്ട് സ്കൂളിൽ PTA മീറ്റിംഗിൽ പരാതി വരും. എന്താ പരാതി അറിയോ? കണക്കിന്റെ പേരിൽ കണക്ക് മാഷ് പറഞ്ഞത് ഒരു കുട്ടിയുടെ അമ്മ. അത് കേട്ടപ്പോ ഹെഡ്മാഷ് പഠിക്കാന്ന് നോക്കട്ടെ, പിയൂന്ന് പറഞ്ഞയച്ചു. പോയി നോക്കുമ്പോ എന്താ അറിയോ? കണക്കിന്റെ പേരിൽ കണക്ക് മാഷ് എന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോ ഈ പിയൂന്ന് വിചാരിച്ചു ഇയാൾ വിളിച്ചു കൊടുക്കുന്ന അപകടം മനസ്സിലാക്കി. ഓനവിടെ കുറെ നേരം നിന്നപ്പോ കാല് കൊയഞ്ഞപ്പി ഇരുന്നപ്പോ ക്ഷീണം വന്നു. അങ്ങനെ പറഞ്ഞയച്ച പിയൂന്ന് വാങ്ങി. ഇവരെ കാണാതായപ്പോ ഹെഡ്മാഷ് തെരഞ്ഞു പോവുകയാണ്. ഇവരെന്താ സ്ഥിതി നോക്കാൻ. അപ്പൊ രണ്ടാള് പറഞ്ഞാണ്. ഹെഡ്മാഷ് എന്താ ചെയ്യണ്ടേ? രണ്ടാളി പുറത്താക്കണ്ടേ? പുറത്താക്കിയത് പിയൂണിനെ മാത്രമാണ്. അതിന് കാരണം പറഞ്ഞെന്താണെന്നറിയോ? സ്ഥിരമായി ഉറങ്ങുന്ന കണക്ക് മാഷ്ക്ക് ശല്യമാകുന്ന രീതിയിൽ പിയൂണ് കൂർക്കം വലിച്ചെന്നുള്ള കാരണം പറഞ്ഞ് പിയൂണ് ഒഴിവാക്കി. അപ്പൊ ആനിരാജ പറഞ്ഞ തെറ്റല്ല, അൻവർ പറഞ്ഞ തെറ്റാണ്. പിണറായി വിജയന്റെ നയനിലപാടിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ കൂടൊഴിഞ്ഞ് പോന്നിട്ടുണ്ട്. CPI അടുത്ത പ്രയാസത്തിലാണ്. പൂരം കലക്കിയത് പിണറായിയാണ്. സുനിൽകുമാർ അരിവാടുകാരനാണ് പറഞ്ഞത്. പോലീസിന്റെ ഒട്ടാശ ചെയ്തത് പിണറായിയാണ് പറയുന്നത്. വൈക്കം വിശ്വനാണ്. ഇയാൾ കൊണ്ടുകൊടുത്ത മോഡിയാണ് എന്ന് പറയുന്നത് CPI ആണ്. പക്ഷെ ആ CPI അധികം പറയില്ല. എന്താ കാരണം അറിയോ? പേടിയാണ് മക്കളെ. ഇത് മാർക്സിസ്റ്റുകാർക്കാണ്. ഓരോന്ന് വല്ലാതെ പറയാൻ പറ്റില്ല. പറഞ്ഞാലോ പറഞ്ഞ എവിടെയൊക്കെ ഉണ്ടാവും. പേടിച്ച ഒന്നും പറയില്ല. പിന്നെ CPI നിൽക്കണേ അത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. CPM നിൽക്കുന്നത് ഒരു മുഴുകുടിയനായ പുതിയാപ്പുഴന്റെ അടുത്ത് മക്കൾ ആലോചിച്ച് പെണ്ണുങ്ങൾ നിൽക്കുന്നത്. ഒരു മുഴുകുടിയനായ പുതിയാപ്പുഴന്റെ അടുത്ത് ഒരു കൊമ്പത്തോട് കഴിഞ്ഞു കൊടുത്തതും CPMന്റെ അടുത്ത് കഴിഞ്ഞു കൊടുക്കുന്നതും യഥാർത്ഥത്തിൽ അടുക്കളയിലെ കുക്കർ പോലെയാണ്. എന്താ കുക്കറിന്റെ പ്രത്യേകത? അടിയിൽ നിന്ന് തീ ആളി കത്തിയിട്ടു, മുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടു ആ കുക്കറെ എത്ര സമാധാനപരമായാണ് വിസിലടിച്ച് അങ്ങനെ കഴിഞ്ഞു പോയത്. അതേ രീതിയിലാണ് CPI കഴിഞ്ഞത്. ആ ദുരന്തം ഇനി കേരളത്തിൽ വരരുത്. ഞാൻ എവിടെയുള്ള മുഴുവൻ ആളുകളോട് പറയുന്നു, നിങ്ങളൊരു ശബ്ദം പറഞ്ഞു നോക്കരുത്. ഏതാ സ്ഥാനാർത്ഥി ആരാ സ്ഥാനാർത്ഥി എന്നൊന്നും നോക്കരുത്. നമ്മുടെ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചു തന്നിട്ടുണ്ട്, അവരെ ചിഹ്നം തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ലീഗരെ, കോൺഗ്രസിനെ, UDF-കാരെ, നമ്മളെ കൊണ്ട് നമ്മളെ മുന്നണിക്ക് ഉപകാരമുള്ളത് ജാതകങ്ങളല്ല, പടക്കം പൊട്ടിക്കണമെന്നല്ല, വലിയതാക്കല്ല. ഏറ്റവും വലിയ ഉപകാരം വോട്ടിന്റെ എന്നാണ്. ആ വോട്ടിന്റെ നിങ്ങളുടെ കൈ പാടാതെ ജനാധിപത്യശേരി വോട്ട് ചെയ്തുകൊണ്ട് കാളികാവ് പഞ്ചായത്തിനെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പ്രതിപക്ഷമില്ലാത്ത UDF
വിജയം